പി.വി. അൻവർ എം.എൽ.എയുടെ തുറന്നു പറച്ചിലൂടെ വീണ്ടും സജീവമായിരിക്കുകയാണ് കോഴിക്കോട്ടെ വ്യവസായിയായ ആട്ടൂർ മുഹമ്മദിൻ്റെ തിരോധാനം. ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു വർഷത്തിലേറെയായി പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന രജിത്താണ് നമ്മളോടൊപ്പം ഉള്ളത്. രജിത്ത്, ആട്ടൂർ കാണാതെയായിട്ട് ഇപ്പോൾ ഒരു വർഷം ഏകദേശം ആവുകയാണ് അല്ലേ, പിന്നിടുകയാണ്? അതെ, ഒരു വർഷം കഴിഞ്ഞു. നിങ്ങൾ എത്ര വർഷമായിട്ട് അദ്ദേഹത്തെ അറിയുമായിരുന്നു? ഒരു 10-25 വർഷം മുന്നേ അറിയണ്ടായിരുന്നു. ഞാൻ ആദ്യം മുമ്പ് ബാലുശ്ശേരിയായിരുന്നു. മുമ്പ് ബാലുശ്ശേരി കച്ചവടം ഉണ്ടായിരുന്നു. ആ സമയത്ത് പറ്റി എനിക്ക് അറിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും പങ്കാളിയുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പാർട്ട്ണർഷിപ്പായിട്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 2-3 മാസമായി വീണ്ടും എന്നെ വിളിച്ചിരുത്തിയാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം എത്ര തവണ വിളിപ്പിച്ചിട്ടുണ്ടാവും നിങ്ങളെ? ഒരുപാട് തവണ വിളിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ വിളിച്ചിട്ട് രാത്രി 12 വരെയൊക്കെ ഒരുപാട് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനം എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ സമയത്ത് സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് നിങ്ങൾ വക്കീലിനെ കാണുന്നുള്ളത്. അങ്ങനെ ഒരു വക്കീലിനെ കണ്ട് ഒരു 41 എന്ന് പറഞ്ഞ പേപ്പർ ശരിയാക്കി. അങ്ങനെയാണെങ്കിൽ വീട്ടിലറിയാമല്ലോ നമ്മൾ എവിടെയാണ് പോകുന്നുണ്ട്. ഇത് വീട്ടിലൊന്നും അറിയില്ല. നമ്മൾ വിളിച്ചെടുത്തു, ഫോൺ വാങ്ങിക്കും, നമ്മളവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീട്ടിൽ പറയാൻ പറയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കോടതി പോകാനുള്ള കാരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയാണുള്ളത് പറയാൻ പറ്റുമല്ലോ. പോലീസ് സ്റ്റേഷനിലാണെന്നുള്ളത് വീടൊക്കെ മനസ്സിലാകുമല്ലോ. അല്ലാതെ നമ്മൾ ഒരു വിളിച്ച സമയത്ത് പോകാതിരിക്കുകയോ അല്ലെങ്കിൽ നേരം പോയി പോവുകയോ ഉണ്ടായിട്ടുണ്ടായില്ല. ആദ്യമൊക്കെ വളരെ ഇതിലായി. പിന്നെ അത് വളരെ ഹറാസിങ് മാതിരിയാണ് സംസാരിക്കുന്നത്. അത് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. രാവിലെ 9 മണി മുതൽ വിളിച്ചിട്ട് പോയിട്ട് രാത്രി 12 വരെ ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ ഞാനൊന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. എത്ര അന്വേഷണ സംഘം ഇപ്പം മാറി വന്നു? അപ്പം തന്നെ ഈ അന്വേഷണ സംഘങ്ങളെല്ലാം തന്നെ നിങ്ങൾ വിളിച്ചോ? മാറി വിളിച്ചിട്ടുണ്ട്. പല പ്രാവശ്യമായിട്ട് മാറി വിളിച്ചിട്ടുണ്ട്. ഒരു 3-4 പ്രാവശ്യം തന്നെ ഞാൻ ഈ സമയത്ത് രാവിലെ തൊട്ട് പയ്യൻ വരെ 3-4 പ്രാവശ്യത്തിൽ കൂടുതൽ നിന്നിട്ടുണ്ട്. നിങ്ങളെ ഫോണൊക്കെ സബ്മിറ്റ് ചെയ്തോ? എന്തൊക്കെയാണ് പരിശോധിച്ചിട്ടുള്ളത്? ഫോൺ വാങ്ങി വെച്ചു. ഇപ്പോൾ ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ല. സിം കാർഡ് എനിക്ക് തന്നു, ഫോണിൽ വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഫോൺ ഇതുവരെ തന്നിട്ടില്ല. എത്ര കാലമായി ഇപ്പം വാങ്ങി വെച്ചിട്ട്? 2 മാസം കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞു. ആദ്യം തന്നെ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ഫോണൊക്കെ പരിശോധിച്ചിരുന്നില്ല? അന്നൊക്കെ ഫോൺ നോക്കിയിട്ടുണ്ട്. ഒരാഴ്ചത്തിനെ ഫോൺ ഉണ്ടായി. നമ്മൾ എത്തിപ്പെട്ട കഴിഞ്ഞാൽ ഫോണിൽ വാങ്ങും, എല്ലാവരും നോക്കും. അവസാന ദിവസമാണ് നമ്മളെ ഫോണിൽ വാങ്ങിച്ചത്. ഈ ഒരു വർഷം കഴിഞ്ഞ ശേഷം. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും അജണ്ട പോലീസിനുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. അതായത് ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെന്ത് അവിടെ പറയുന്നുണ്ടോ അത് നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്ക് ജനങ്ങൾക്ക് അറിയാൻ പറ്റുമോ നമ്മളെന്താ പറഞ്ഞതോ നമ്മളെന്താ ചോദിച്ചതെന്നുള്ളത്. അത് സത്യമാണ്. നിങ്ങളോട് ചോദ്യം ചെയ്യുന്നതെല്ലാം തന്നെ പുറത്തറിയുന്നുണ്ട്. നമ്മൾ അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്ത് അറിയുന്നുണ്ട്, ഉറപ്പാണ്. ആദ്യം ഉണ്ടായിരുന്ന ഒരു CI നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ഒരു ജിജി സാറുണ്ട്, സാറിൻ്റെ ആൾ നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പോൾ ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. നടക്കാവ് CI അതിനെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയത് നല്ലൊരു ഉദ്യോഗസ്ഥനാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെ നിങ്ങൾ നേരിട്ട് വിളിച്ചിരുന്നോ? മുതിർന്ന ഉദ്യോഗസ്ഥനെ യൂണിഫോമിലില്ലാണ്ട് ഞാൻ വേറെ CI കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു മോഹൻദാസ് സാറിനെ കണ്ടിട്ടുണ്ട്. ആളൊക്കെ നല്ല അഭിപ്രായം, ആൾക്കാർ എനിക്ക് നല്ല അഭിപ്രായം കേട്ട് ആളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പോലീസല്ലേ. ഒരു വർഷമായിട്ട് നിങ്ങളെ ചോദ്യം ചെയ്തിട്ടും ഒരു നടപടിയും അല്ലെങ്കിൽ നിങ്ങൾ പ്രതിയല്ല എന്നതോ അല്ലെങ്കിൽ പ്രതിയാണ് എന്നുള്ളതോ കിട്ടണം. ഒരു വർഷമായിട്ടും ഇങ്ങനെ നിരന്തരം നിങ്ങൾ ചോദിക്കുന്നില്ല അവരോട്? അതെ, നമ്മൾ ചോദിക്കുന്നത് അത് നമ്മൾ നുണ പരിശോധിക്കുവാനെ ഒരു ടെസ്റ്റിന് വരെ നമ്മൾ തയ്യാറാണ്. എത്ര പ്രാവശ്യം പറഞ്ഞോ, പക്ഷെ അതിനൊന്നും ഒരു ഇടയില്ല. ഈ ഓഗസ്റ്റ് 22-നാണ് ആട്ടൂർ മുഹമ്മദിനെ 2023 കാണാതാവുന്നത്. അതെ. പിന്നീട് അതിന് ശേഷം ഫോൺ വന്നിരുന്നു. അത് 22-ാം തീയതി ഉച്ചയ്ക്ക് എനിക്ക് ഫോൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ബിനോജ് സാർ എന്നുള്ള കൂടെ ഒരു കാറിലിരിക്കുമ്പോഴാണ് എനിക്ക് ഫോൺ വന്നത്. അന്നൊരു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ആ രജിസ്ട്രേഷൻ അന്ന് നടന്നിട്ടില്ല. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ തന്നെ ആ ബിനോജ് സാറേയും വിളിച്ചിട്ടുണ്ട്. ഇവരാക്കി വിളിച്ചിട്ടുണ്ടല്ലോ എനിക്കറിയില്ല, ഇത് എനിക്ക് ഉറപ്പാണ്. എന്നെ വിളിച്ച അതേ കാർ തന്നെയാണ് ബിനോജ് സാറേയും വിളിച്ചത്. ഇപ്പം പോലീസിൻ്റെ നിരന്തരം ബുദ്ധിമുട്ടിക്കലിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കോടതിയെ സമീപിക്കുന്നു. കോടതിയിൽ നിന്ന് നിങ്ങൾ എന്താണ് അനുകൂലമായിട്ട് നേടിയെടുത്തത്? കോടതി ഇപ്പം നടന്നുകൊടുക്കുന്നത് എൻ്റെ ഫോൺ ഹിസ്റ്ററി കോൾ ഹിസ്റ്ററി നോക്കിയിട്ട് ഞാൻ വിളിച്ച ആളുകളൊക്കെ മുഴുവൻ വിളിച്ച് ഒരു നിരന്തരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒരു സാധാരണമാണെന്ന് വിളിച്ച ആൾ വരെ വിളിച്ചിട്ട് ഞാൻ എന്താര് പ്രതിയാകുന്ന രീതിയിൽ സംസാരിച്ച് നാട്ടിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ വീട്ടിൽ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ മറ്റു കാര്യങ്ങളുണ്ടായോ? അപ്പോൾ വീട്ടിൽ രാത്രി 12:30 ഒരു പോലീസുകാരൻ വന്നിട്ട് എൻ്റെ മോനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. 12:00 ശേഷം വന്നിട്ട് മോനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. മോൻ എത്ര വയസ്സുള്ള മോന്? 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. മോന് ഭയങ്കര പ്രയാസമായി വരും, മനസ്സിന് ഭയങ്കര പ്രയാസമായി വരും. ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. ഈ ആട്ടൂർ മുഹമ്മദിന് എന്ത് സംഭവിച്ചിരിക്കാമെന്നാണ് താങ്കൾ കരുതുന്നത്? പ്രത്യേകിച്ച് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ഇപ്പം വീണ്ടും ഇത് ചർച്ചയായിട്ടുണ്ട്. ഈ കേസന്വേഷണം ആകെ മുടങ്ങിക്കിടക്കുകയാണ് എന്നുള്ള രൂപത്തിൽ. 22-ാം തീയതി ഉച്ച വരെ ആർക്കൊന്നും സംഭവിച്ചില്ല എന്നുള്ള എനിക്ക് ഉറപ്പാണ്.
എന്നെ വിളിക്കുന്ന സമയത്ത് വരെ ഒന്നും സംഭവിച്ചില്ല ഉറപ്പാണ്. പക്ഷേ 22-ാം തീയതി ഉച്ചയ്ക്ക് ഈ ആളെ എന്നെ വിളിച്ചതെന്ന് പറഞ്ഞ് വരെ ബന്ധുക്കാരെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അന്ന് തന്നെ പരാതി കൊടുത്തപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ടില്ല. ബന്ധുക്കൾ അന്ന് തന്നെ കൊടുത്ത പരാതിയില്ല. പരാതി സാധാരണ ഒരാണുങ്ങൾ മിസ്സായാൽ കാണാതായ അന്ന് തന്നെ പരാതി കൊടുക്കുന്നത് എൻ്റെ അനുഭവത്തിൽ കേട്ടറിവിൽ ആദ്യമായിട്ടാണ്. പെണ്ണുങ്ങളാണെങ്കിൽ ചോദിക്കുക നമ്മൾ അപ്പോൾ തന്നെ കൊടുക്കാന്നുള്ളത്. ഇത് അന്ന് രാത്രി തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ കാണാതാവുന്ന സമയത്ത് തന്നെ ഇദ്ദേഹം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നൊക്കെ അവസ്ഥ ഉള്ള ഒരാളല്ലേ? അതെ, തീർച്ചയായിട്ടും ഉള്ളതാണ്. അയാൾക്ക് 3-4 ഭാര്യ ഉണ്ടെന്ന് ഇപ്പോൾ തന്നെ പറയുന്നു. 3 എനിക്കറിയില്ലായിരുന്നു. 4 ഉണ്ടെന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോഴാണ് ഇയാളെ കാണാതെ ശേഷമാണ് ഞാൻ അറിയുന്നത്. മുമ്പ് ഞാൻ അറിയില്ലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് ഞങ്ങൾക്കുണ്ടായ രണ്ട് സംശയം ഒന്നതാണ്, ഇയാൾ ആർക്കും ഒരു മെസ്സേജ് അയച്ചെന്ന് പറയുന്നുണ്ട് അർജൻറ്റായിട്ട് ആരെയോ വിളിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയച്ച മെസ്സേജ് കിട്ടിയ ആൾക്കും മെസ്സേജ് അയച്ച ആൾക്കും അറിയണമല്ലോ ഇയാൾ എന്താ പോയതെന്നുള്ളത്. ആർക്കാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്? ഞാൻ കണ്ടിട്ടില്ല. ഏതൊരു ഭാര്യയ്ക്കാന്ന് പറയുന്നുണ്ട്. മെസ്സേജ് ഞാൻ കണ്ടിട്ടില്ല, പറയുന്നത് കേട്ടോ. ഈ കേസിൽ ഇപ്പോഴും നിങ്ങൾ സംശയ മുനയിലാണ്. സത്യത്തിൽ ഈ കേസിൽ സത്യം പുറത്തു വരേണ്ടത് പ്രത്യേകിച്ച് നിങ്ങളെ കൂടെ ആവശ്യമാണ്. എൻ്റെ ആവശ്യമാണ് സത്യത്തിൽ ഈ കേസ് സത്യം പുറത്തു വരണമെന്നുള്ളത്. പോലീസിനോട് എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ? അതെ, എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. എൻ്റെ സംശയങ്ങൾ പ്രധാനമായിട്ട് സംശയം ഇത് തന്നെയായിരുന്നു. കാരണം ഒരാൾ കാണാതെയായി, 2:30 ഒരാൾ കാണുന്നു, അപ്പം തന്നെ പരാതി കൊടുക്കുന്നു. അതിലെനിക്ക് സംശയം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ മെയിൻ സംശയം എന്നാൽ ഈ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അർജൻറ്റായിട്ട് വിളിക്കണം എന്ന് അവസാന മെസ്സേജാണെന്ന് ഞാൻ പറയപ്പെടുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല മെസ്സേജ്. അങ്ങനെയാണെങ്കിൽ ആ മെസ്സേജ് എന്താണെന്ന് ആർക്കാണോ അയച്ചത് അവർക്ക് അറിയാണ്ടല്ലോ, കാര്യം അറിയാമല്ലോ. ഒരു വർഷമായിട്ട് പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രജിത്തുമായിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം MM രാഗേഷ്, റിപ്പോർട്ടർ, കോഴിക്കോട്.